വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശാഡൈൻ പ്രവർത്തനം ആരംഭിച്ചു. പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട, റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശാഡൈനിൽ ലഭ്യമാക്കുന്നു. കേരളത്തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശാഡൈനിൽ നിന്നും. ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. ദോശാഡൈൻ ചേലക്കര. ഫോൺ 7560904774. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. വീണ ജോർജ് രാജിവെക്കണം, ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതിലുപരി ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസമായി നടന്ന സംഭവം, ഒരാഴ്ച മുന്നേ നടന്ന സംഭവം ചേലക്കരയിലെ ജനങ്ങൾക്കറിയാം. ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഈ സമരം ഞങ്ങൾ അനവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാസേട്ടാ, ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പോലീസും പാർട്ടി ഓഫീസിൽ വന്ന് ഇത്തരത്തിലൊരു നോട്ടീസ് ഞങ്ങൾക്ക് കൈമാറിയിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ജാഥ നടത്തിയാൽ ഞങ്ങൾ കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസും ഇന്നുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചേലക്കരയിലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷവുമില്ല. പക്ഷെ നിങ്ങൾ പിണറായി വിജയനും CPM-ഉം പറയുന്നത് കേട്ട് മുഴുവൻ അങ്ങ് നടക്കണ്ട. കാരണം അവസാനിക്കാറായി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ ഇവിടെയുണ്ട്? ചുണക്കുട്ടികൾ ഒരുപാട് ശിവൻ വീട്ടിക്കുന്നിനെ പോലെ, കണ്ണനെ പോലെ, സാരംഗിനെ പോലെ, സന്തോഷ് ചെറിയാനെ പോലെ, KP ഷാജിയെ പോലെ, വിനോദ് പന്ത്രാടിയെ പോലെ, PA അച്ചൻകുഞ്ഞിനെ പോലെ, അങ്ങനെ ഒരുപാട് ചുണക്കുട്ടികൾ ഈ സമരത്തിനുണ്ട്. ഞങ്ങളൊന്ന് നോണ്ടിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പറക്കേണ്ട അവസ്ഥയാണ് ഇന്ന് പോലീസിനുള്ളത്. ഞങ്ങളെ തടുക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ല. നൂറ്റാണ്ട് പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗാന്ധിസം മുറുകെ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നു, ഗാന്ധിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനപരമായ സമരങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ അതിനടിച്ചമർത്താൻ, അതിനെ ഭീഷണിപ്പെടുത്താൻ ഇവിടത്തെ സഖാക്കളും പോലീസും കൂടി ശ്രമിച്ചാൽ അത് നടക്കില്ല. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമാണ്. അത്തരത്തിലുള്ള നിങ്ങൾ അടവുകൾ ഉണ്ടെങ്കിൽ, ഭീഷണി ഉണ്ടെങ്കിൽ അത് 4 മടക്കി പോക്കറ്റിൽ വെച്ചോ പോലീസേ. ഞങ്ങളെ തടുക്കാനായിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, സമരം വിജയിപ്പിച്ചിട്ടുണ്ട്. ആ സമരം വിജയിപ്പിച്ച ഞങ്ങളുടെ പൂർവികർ ഇവിടെ നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ റോട്ടിലൂടെ സഖാവ് ഉൾപ്പെടെ ഇറങ്ങി നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചേലക്കര ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാമപ്രദേശമാണ്, പാവപ്പെട്ടവന്റെ അത്താണിയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഇവിടെ അനീഷ് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പാവപ്പെട്ടവന്റെ പാർട്ടി, പാടത്തും പറമ്പലും പടിഞ്ഞെടുക്കുന്ന പാവപ്പെട്ടവന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം പാവപ്പെട്ടവനുണ്ടാകുന്നത്. ഞങ്ങൾ സമരം ചെയ്യുന്നത് നേരിനു വേണ്ടിയാണ്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കാനാണ്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടിയാണ്. ആ പാവപ്പെട്ടവന് വേണ്ടി ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുമ്പോൾ അതിനെ തടുക്കാൻ നിങ്ങളാരും ആയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും അതിശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ